നമസ്കാരം. എൻ്റെ പേര് അൻസൻ ആൻ്റണി. ഞാൻ ലിജു ജോസ് പല്ലിശ്ശേരി സിനിമകളിൽ ലൈൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നൻപകൽ നേരത്തും മയക്കം എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളാണ്. നൻപകൽ നേരത്തും മയക്കത്തിൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങാൻ സമയം എന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് സമയം ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ്. അതായത് ചുരുളിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമുകളിലാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും വരുന്നത്. ഈ സ്ക്രിപ്റ്റ് വരാൻ കാരണം ഇത് നമ്മുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു, ഗ്രീൻ പ്ലേ എന്ന് പറയുന്ന ഒരു ആഡാണ്. ആ ആഡ് കണ്ടിട്ട് അതിന് ശേഷം അതിൽ നിന്നാണ് ലിജോ അതിൻ്റെ ഒരു സാധനം പിക്ക് ചെയ്ത് എഴുതിയതാണത്. അതിനിടയ്ക്ക് ഞാനും ലിജോയുടെ ഫാമിലിയെക്കുറിച്ച് ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ വേളാങ്കണ്ണി തിരക്കുന്നില്ല സമയമാണ്. ഞങ്ങൾ വേറെ ഒരു വേളാങ്കണ്ണി യാത്ര കാർ ഡ്രൈവ് ചെയ്ത് പോയി. അങ്ങനെ ചെറിയ സംസാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനല്ല, ഹരീഷായിട്ട് ഫോണിൽ കൂടെ ലിജോ സംസാരിച്ചു, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ നല്ല ഇതാണ്, നമുക്കത് നോക്കിയാലോ. അങ്ങനെ സംസാരിച്ച് നമുക്ക് ചിലപ്പോൾ മമ്മൂക്കിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ലോക്ക്ഡൗൺ ടൈമിലിടയ്ക്ക് ലിജോസ് മമ്മൂക്കേനെ വിളിച്ചു, കാണാൻ പറ്റുമോ, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ. മമ്മൂക്കയും ഈ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും ചെന്നു. ഈ ഒരു 1 ലൈനായിട്ട് മമ്മൂക്കോട് പറഞ്ഞു. മമ്മൂക്ക അതൊന്ന് സമ്മതിച്ചു. അങ്ങനെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ എഴുത്ത് തുടങ്ങി. ഹരീഷ് ഇരുന്നത് എഴുതി. പിന്നെ ലിജോൻ്റെ പ്രത്യേകം നമ്മൾ ഈ എഴുതുന്നൊപ്പം തന്നെ നമ്മളതിൻ്റെ ഒരു ലൊക്കേഷൻ കാണാം. ലൊക്കേഷൻ അനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തും. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് അതായത് ഒരു ഡ്രൈ പോലത്തെ ഏരിയ ആണ് ഇതിന് വേണ്ടത്. ഒരു കോളനി വേണം. കാരണം ഒരു ബസ് നിർത്തിയിട്ട് ഇതിന് മെയിൻ ആള് നേരെ ഒരു കോളനിയായിട്ട് ഓടി കയറിയിട്ട് അവിടെയാണ് ഇതിൻ്റെ കഥ മൊത്തം നടക്കണേ. ഒരുപാട് വീടുകൾ വഴി തെറ്റി പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥലം, പ്ലേസ്, ഒരു കോളനി വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ ലയം പോലത്തേക്ക് എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അത് അന്ന് ചുരുളി പോലെയോ ജല്ലിക്കെട്ട് പോലെ പോകല്ല. കാരണം തേയിലത്തോട്ടും അതും ഇതൊന്നും പറ്റില്ല. കമ്പന്തേനിയാണ് ഞാൻ ഒരാളോട് പറഞ്ഞു, കമ്പന്തേനി ഇങ്ങനെ ഒരു ഇതേപോലെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്, നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ രാമക്കൽമേട് സ്ഥലം പോയിട്ട് അതിന് മുകളിലേക്ക് കമ്പന്തേനിയെ കുറച്ച് ഏരിയ കാണാം. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അങ്ങനെ വീടുകൾ കണ്ടു. പക്ഷെ അതിൽ ഈ വീട്ടിലൊക്കെ എന്താ വെച്ചാൽ ഈ ആസ്പെറ്റോസ് ഇട്ട് സംഭവമാണ്. അപ്പം ലിജു പറഞ്ഞു ആസ്പെറ്റോസ് ഒന്നും പറ്റില്ല, നമുക്ക് എല്ലാവരും ഓടിട്ടുള്ള സ്ഥലമാണെങ്കിൽ നന്നായിരിക്കും, ഒരു നല്ലൊരു ആ വീടുകൾക്ക് ഒരു ക്യാരക്ടർ ഒരു ലുക്ക് വേണം, അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ഇപ്പം ജിൻഡോ ഉണ്ട്, നമ്മുടെ ടിനുവിൻ്റെ ഒക്കെ ഒരു ക്യാമറമാൻ ജിൻഡോ ഇങ്ങനെ ഒരു റെഫറൻസ് ഫോട്ടോ കേട്ടത് ഇങ്ങനെ ഒരു പഴനി പൊള്ളാച്ചി റോഡിലുള്ള ഒരു ഏരിയ ആണ്, പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കമ്പന്തേനി വഴി നേരെ പഴനി ചെന്ന്. പഴനിയിൽ മഞ്ഞനായിക്കപ്പട്ടി എന്ന് പറയുന്നത് പഴനിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഹൈവേ തന്നെയാണ്. അത് വേളാങ്കണ്ണിക്ക് പോകുന്ന റൂട്ടിൽ ഹൈവേ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഇതാണ് മഞ്ഞനായിക്കപ്പട്ടി എന്ന സ്ഥലം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വീടുകളൊക്കെ ശേഷം നമുക്ക് പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ലിജുവും ഞാനും ഹരീഷും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ 3 കൂടി നേരെ ഈ ലൊക്കേഷൻ ഫുള്ള് കണ്ടു. അപ്പം ലിജുവിന് കുഴപ്പമില്ല, സ്ഥലം നമുക്ക് നോക്കിയാണ്. പിന്നെ വേണ്ടത് നമുക്കൊരു ചോളപ്പടം വേണമെന്ന് പറഞ്ഞു. കാരണം ആള് ബസ് നിർത്തിയിട്ട് ഈ ഒരു ചോളപ്പടത്തോട് നടന്നു പോയി അത് നോക്കി ചെയ്താൽ അത് അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ അതാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ സ്ഥലം വേണം. പിന്നെ നമുക്കൊരു ബസ് വേണം പ്രോപ്പർട്ടി ആയിട്ട്. നമ്മുടെ ഒരു മെയിൻ പ്രോപ്പർട്ടി ബസ്സാണ്. ഇത് വേളാങ്കണ്ണിക്ക് യാത്രയാണല്ലോ. അപ്പോൾ ആ നാട്ടിൻപുറത്ത് നിന്ന് കോട്ടയം എന്ന സ്ഥലത്തിൻ്റെ അവർ ഒരു കുറച്ച് അയൽവക്കാരോട് പള്ളിയിൽ നിന്നോ അങ്ങനെ പോകുന്ന രീതിയിൽ പോകുമ്പോൾ അതിന് പറ്റിയൊരു ബസ് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബസ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ലിജുവിൻ്റെ ഡാഡിക്ക് സാരഥി തിയേറ്ററിൻ്റെ ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിന് പണ്ടത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടാവും. ഈ കണ്ണപ്പ സ്റ്റൈലാണ് ആ ബസ്സിനെ പറയണം, അങ്ങനത്തെ ബസ്സുകൾ. അപ്പോൾ ആ സ്റ്റൈലിൽ ബസ് വേണം. അപ്പോൾ ആ ബസ്സൊക്കെ ഒരു 1998-2000 കാലഘട്ടത്തിലേക്ക് അതൊക്കെ എല്ലാം കണ്ടം ചെയ്ത് പോയി. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ബസ്സുകളില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ബസ് ഉണ്ട്, കൊല്ലത്തുള്ളൊരു സ്കൂളിലെ ബസ് ഉണ്ട്. അപ്പോൾ അവരൊരു വിൻറ്റേജ് വണ്ടി പോലെ അതിനെ വളരെ ഓമനിച്ച് കൊണ്ട് കിടക്കുന്ന സാധനമാണ്. അപ്പം നമ്മൾ ചോദിച്ചു 2 പ്രാവശ്യം തരാം എന്നൊക്കെ പറഞ്ഞു. അവരത് തരാം എന്നൊരു ഉറപ്പിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല, വേറെ ബസ് നമുക്കില്ല. അപ്പോൾ ആ പഴയ സ്റ്റൈൽ ആ ബസ്സിന് കിട്ടുമെന്ന് പറയുമ്പോൾ അത് കിട്ടുമല്ലോ എന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോന്നു. ബാക്കി ലൊക്കേഷനിൽ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് തുടങ്ങി കുറച്ച് ബസ്സിലെ അവർ പറഞ്ഞു ആ ബസ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം അതൊരു വിൻറ്റേജ് ബസ്സാണ്, നിങ്ങൾ സ്കൂൾ ബസ് ആയതുകൊണ്ട് അത് പഴയ വണ്ടിയാണല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള പെർമിറ്റ് കിട്ടില്ല, ബുദ്ധിമുട്ടാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ടോ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, വേറെ വണ്ടി കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം അത് ഓക്കെ. പക്ഷെ അവരെപ്പോഴും ബസ് തന്നില്ല, നാളെ തരാം മറ്റേ. അപ്പം ഞങ്ങൾ അവിടെ താമസിക്കാണ്, കൊല്ലത്ത് ഹോട്ടലിൽ താമസിക്കാൻ. ഈ ബസ്സായിട്ട് പോകുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഷൂട്ട് തുടങ്ങി ഒരാഴ്ചയായി, ബസ് കിട്ടിയില്ല. ലിജോ ഗൂഗിളായിട്ട് പറഞ്ഞു അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ്, മെയിൻ പ്രോപ്പർട്ടിയാണ്, അത് നമുക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് നിർത്തി വെച്ചിട്ട് നമുക്ക് ആ പ്രോപ്പർട്ടി ബസ് കണ്ടുപിടിച്ച ശേഷം ഇനി നമുക്ക് ഷൂട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ നമുക്കൊരു ഫോൺ കോൾ തന്നെ
വണ്ടി കോഴിക്കോട് ഫറൂഖ് അടുത്തൊരു അകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഇത് വലിയ ബസ്സല്ല. ഇപ്പം നമ്മൾ കണ്ട ബസ്സിൽ 44 സീറ്റ് ആൾക്കിരിക്കാവുന്ന സീറ്റ് കപ്പാസിറ്റി ബസ്സാണ്. ഇതൊരു 14, 12, 15 ആൾക്കാരുള്ളൂ. അതായത് 407 ഇതേ ബോഡി കെട്ടിയാണ് വണ്ടിയാണ്. ഏകദേശം നാടൻ വണ്ടി അതേ സെയിം ഷേപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്നൊരു ഫോട്ടോ കിട്ടുമെന്ന് വെച്ചു. സത്യം എന്നറിയില്ലല്ലോ. ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അവിടെ നമ്പർ വാങ്ങിച്ച് അവിടെ ഒരാളെ പറഞ്ഞിട്ട് നമ്മൾ ഫറൂഖിൽ ചെന്ന ആൾ ഫോട്ടോ എടുത്തപ്പോൾ വണ്ടി കറക്റ്റാണ്, അവിടെ കിടപ്പണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ്. അപ്പം തന്നെ നമ്മുടെ കൺട്രോൾ ഉണ്ടായിരുന്നു. ആളും കൂടി പോയി ഞങ്ങൾ അവിടുത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി അത് നേരെ അവിടുന്ന് പഴനിക്ക് വിടുന്നു. ഇവിടെ കൊണ്ടതിന് ശേഷമാണ് നമ്മളതിനെ കുറച്ച് രീതിയിൽ ഓൾട്ടർ ചെയ്തു, അതിൻ്റെ പേര് മാറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. അതാണ് ആ ബസ്. ഇതിൽ നമ്മൾ ഈ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വേളാങ്കണ്ണി പോയി കുറച്ച് ബ്ലോക്കുകളും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുള്ളൂ. കുറച്ച് പേര് കൊണ്ടിട്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് കവറിൽ ഷൂട്ട് ചെയ്ത് ആ പള്ളിയിലെ പെരുന്നാൾ ആംബിയൻസ് മൊത്തം സാധനങ്ങൾ എടുത്തിട്ട് നേരെ പറയാ ചെയ്തു. ബാക്കിയുള്ള ഇപ്പൊ വേളാങ്കണ്ണി വരുമ്പോൾ ചായ കുടിക്കുന്ന സ്ഥലം, ആ ലോഡ്ജ്, ഇപ്പൊ നമ്മൾ വേളാങ്കണ്ണി ചെന്നിട്ടുള്ള ജെയിംസ് റൂം എടുത്ത് റൂമിൽ നിന്ന് വെക്കിട്ടാണ് അത്. ആ ലോഡ്ജ് നമ്മൾ പഴനി ടൗണിൽ തന്നെ സെൻട്രലിലുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ്. അതിന്റെ റിസപ്ഷൻ മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ഒക്കെ എടുത്ത് അതാണ് ഒന്ന് ഷൂട്ട് ചെയ്ത്. അതേപോലെ തന്നെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും അതും ആ പഴനി തന്നെ തൊട്ടടുത്തുള്ള നമ്മൾ പഴനി റെയിൽ ക്രോസ് കിടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഹോട്ടലാണ്. അത് അവരിന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണൊക്കെ ചെയ്യണത് ആ ഹോട്ടലാണ് എടുത്തത്. പിന്നെ ബസ് ട്രാവൽ ചെയ്യണത് അതും ശരി പഴനിയിൽ നിന്ന് വേളാങ്കണ്ണി റൂട്ട്. പഴനി നമ്മൾ വേളാങ്കണ്ണിക്ക് കൊണ്ട് റൂട്ടിൽ ഒരു 10-20 കിലോമീറ്റർ റൂട്ടിൽ കൂടെ ഓടിച്ചിട്ട് നമ്മളന്ന് അത് ഷൂട്ട് ചെയ്തു. ഈ ലൊക്കേഷന് പ്രത്യേകിച്ച് ഈ ലൊക്കേഷനിൽ നിങ്ങൾ കാണുന്ന എല്ലാ വീടുകളും ഒരു എങ്ങനെ വന്നിട്ട് 100, 150, 200, 300 വർഷം പഴക്കമുള്ള പഴയ വീടുകളാണ് അതെല്ലാനും. വീടൊക്കെ നമ്മൾ എല്ലാം സിമെന്റ് കുമ്മായം തേച്ച് വീടാണ്. പക്ഷെ അകത്തെല്ലാം ചെറിയ റൂമുകളാണ്. അവിടെ താമസിക്കുന്ന പ്രായമുള്ള ആൾക്കാരാണ്. അവിടെ അവർ പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ 10, 25, 30 ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം US-ലും ചെന്നൈ അവരൊക്കെ പോയി. ഇപ്പൊ അവരുടെ അമ്മമ്മമാരും അമ്മമ്മയുടെ അമ്മമാരും അങ്ങനെ കുറച്ച് അധികം ബന്ധുക്കളാണ് മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ഈ മഞ്ഞനായിക്കപ്പെട്ടി എന്ന് പറഞ്ഞ ഈ കോളനി. ഇതില് സുന്ദരത്തിന്റെ വീട് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അകത്ത് തന്നെ ഒരു വീടാണ് സുന്ദരത്തിന്റെ വീടായിട്ട് എടുത്തത്. പക്ഷെ അവിടുത്തെ വീടുകൾ പ്രത്യേകിച്ച ഒരു വീടിന്റെ അകത്ത് വേറെ വീട്, ആ വീടിന്റെ അകത്ത് കഴിഞ്ഞാൽ വേറെ വീട്, അങ്ങനെ ഒരു വീടിന്റെ അകത്ത് 3-4 വീടുകളായിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് ആ വീടിന്റെ കൺസ്ട്രക്ഷൻ. അത് അത്രയും വർഷം പഴക്കമുള്ള വീടാണോ അതിന്റെ ഒരു വീടാണ് നമ്മൾ സുന്ദരൻ എന്ന ക്യാരക്ടർ വീടായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ അതിന്റെ കയ്യിലെ ആ തൊഴുത്ത് നമ്മൾ സെറ്റ് ഇട്ടതാണ്. ആ ഡയറക്ടർ ഗോൽദാസൻ ചേട്ടൻ അത് സെറ്റ് ഇട്ടതാണ് ചെയ്തതാണ്. നമ്മളിപ്പോ ഈ സുന്ദരത്തിന്റെ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അത് ആ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു വീട് നമ്മൾ എടുത്താണ്. ഈ വീടുകളിലൊക്കെ ആൾത്താമസമുള്ള വീടാണ്ടോ. ഇവിടെയൊക്കെ നല്ല പ്രായമുള്ള അമ്മമാരുണ്ട്. നമ്മളത്രയും ഷൂട്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായില്ല. നമ്മളോട് ഭയങ്കര സഹകരിച്ചു. ഇവർക്ക് എന്ന് വെച്ചാൽ നമ്മള് ഈ അവരുടെ കിച്ചണിൽ അടുക്കളയിൽ കയറി ചെല്ലും അങ്ങനെ ചെയ്തൊന്നും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മളോട് കൂടുതൽ സഹകരിക്കുകയും ചെയ്തു. നമ്മൾ അവിടുത്തെ കുറെ പ്രോപ്പർട്ടീസ്, പാത്രം, സാധനങ്ങളൊക്കെ അവരുടെ പ്രോപ്പർട്ടിനെ കുറെ നമ്മളെ ഉപയോഗിച്ചതൊക്കെ ചെയ്തു. വണ്ടി കൊണ്ടുപോയത് ഈ നോക്കിയ അത്രയും ദൂരത്തിലുള്ള ചോളപ്പാടം കിട്ടാൻ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ആ സീസണിൽ ആയി വരുന്നുള്ളൂ. ഈ ചോളൊക്കെ ഒരു 90 ദിവസം കൊണ്ട് വലിപ്പം വയ്ക്കും. അപ്പൊ അന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു മാസം ഒക്കെ ആവുന്നുള്ളൂ. അപ്പൊ അത് ആയി വരുന്നുള്ളൂ. ചില സമയത്ത് അവർ നട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 100, 140, 200 കിലോമീറ്റർ ഡിണ്ടിഗൽ അങ്ങനെ ആ റേഞ്ചിൽ പോയപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചോള സ്ഥലം. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലം കൊണ്ട് കിട്ടി. പേശം അതും ഓക്കെയാ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഡിണ്ടിഗിൽ ചെന്ന് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വേണ്ടി വരും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കുന്നു പറഞ്ഞപ്പോ നമ്മുടെ അവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞു ഒരു 10-20 ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തൊക്കെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാവും എന്ന് പറഞ്ഞു. മഞ്ഞനായകപ്പട്ടിയുടെ അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മളവിടെ ആ 2 സൈഡിലും ചോളോ സ്ഥലം കണ്ടുവച്ചിട്ട്
അവിടെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമ്മൾ അതിൽ സെറ്റ് ഇട്ട് ചെയ്തതാണ്. ആ ഇലക്ട്രിക് പോസ്റ്റിൽ ലൈനൊക്കെ വലിച്ചിട്ട് അവിടെയാണ് നമ്മൾ ആ ബസ് നിർത്തുന്നതും ബസ്സിൽ നിന്ന് ഇറങ്ങി പോണതും പിന്നെ ബസ്സിന് വെയിറ്റ് രാത്രി വെയിറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം ആ ഒറ്റ സ്ഥലത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ പച്ചക്കറി തോട്ടം വെച്ചാൽ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ ചെന്ന് വെച്ചപ്പോൾ കൃഷി തോട്ടത്തുകാരൻ പറഞ്ഞത് ഇതിനു മുമ്പ് അവിടെ വിജയുടെ വേറൊരു പടം വന്നിട്ട് ഞങ്ങളുടെ തോട്ടം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു തോന്നുന്നു. ഞങ്ങൾ പറഞ്ഞു നമ്മ കൂട്ടത്തിൽ ആരുമില്ല, ആകെ ഒരാളുള്ളൂ. അതില് സുന്ദരൻ ആ തോട്ടത്തിൽ പോയിരിക്കണു, സുന്ദരൻ 2 പേര് സൈക്കിളിൽ വന്നു. ആ സീനാണ് അവിടെ എടുക്കേണ്ടത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് മെയിൻ ആർട്ടിസ്റ്റ് മമ്മൂക്കി ഉണ്ട്, അത് കൂടാതെ 2 ആർട്ടിസ്റ്റ് വേറെ ആരും പറഞ്ഞു. അല്ല അതല്ല, അത് കാണാൻ ഒരുപാട് ആൾക്കാർ വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാൻ വന്ന ആരും ഈ തോട്ടത്തിൽ കയറില്ല, അത് ഞങ്ങൾ നോക്കി കണ്ടിന്ന് പറഞ്ഞു. അതല്ല, ഈ കാണാൻ വന്നവരെല്ലാരും അവരാരും തോട്ടത്തിൽ കയറിയിട്ടല്ല ഈ തോട്ടത്തിൽ സംഭവിച്ചത്. അവര് വന്ന ആൾക്കാർ മൊത്തം ഈ ഞങ്ങളുടെ ഉണ്ടായിരിക്കുന്ന ഈ പടവലങ്ങയും പാവയ്ക്കുമൊക്കെ കണ്ണ് വെച്ച് കാരണം അതെല്ലാം കരിഞ്ഞു പോയി. അത് കാരണം ഞങ്ങൾ ഇനി ആർക്കും ഷൂട്ട് ചെയ്യാൻ കൊടുക്കില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കരിഞ്ഞു പോണി എന്താ പ്രതിവിധി എന്ന് വെച്ച് പറഞ്ഞു, ഒരു പൂജ ചെയ്താന്ന് പറഞ്ഞു. നമ്മൾ എന്നാ പൂജ ചെയ്തോ, പൂജയ്ക്ക് പൈസ തരാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ പൂജയ്ക്ക് പൈസ തരാം. അങ്ങനെ പൂജയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് ആ തോട്ടം നമ്മളൊന്ന് ഷൂട്ടിന് തന്നത്. അതിൽ പിന്നെ വേറെ ഉള്ളത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ഈ മഞ്ഞനായകപ്പെട്ട ഒരു അമ്പലമാണ്. അതിൽ വേറെ പുതിയൊരു അമ്പലം അവിടെ പണിയുണ്ട്. അപ്പൊ ആ പുതിയ അമ്പലത്തിൽ പണിയിനോടത്ത് നമുക്ക് അതിന്റെ ആ പണി കഴിയാതെ അതിൻ്റെ അകത്ത് കയറാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും അവർ നമുക്ക് അനുവാദം തന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സൈഡിലുള്ള ഒരു അമ്പലത്തിന്റെ 2 ഷേപ്പും ഒരു മാറ്റി. കാരണം അത് നമുക്ക് യെല്ലോ കളർ പെയിന്റ് അടിക്കണമായിരുന്നു, റെഡും വൈറ്റും. അപ്പൊ അത് അതും അടിക്കാൻ പറ്റില്ല. കാരണം അത് ആ ഉത്സവം നടക്കുമ്പോൾ ഒരു വർഷത്തിലടിക്കാൻ പെയിന്റ് ചെയ്യുള്ളൂ. ആ പെയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഉത്സവം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചുറ്റും പ്ലൈവുഡ് അടിച്ച് പൊതിഞ്ഞിട്ട് അത് ആ പ്ലൈവുഡിന്റെ മീതെ ഈ റെഡും വൈറ്റും ലൈൻ കൊടുത്തിട്ടാണ് അത് അന്ന് കംപ്ലീറ്റ് ആണ്. അത് അങ്ങനെയാണ് അവിടെ അത് അന്ന് ആ അമ്പലം ഷൂട്ട് ചെയ്തത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ നമ്മളത് മെയിനായിട്ടൊരു സെറ്റ് ഇട്ടത് ഷാപ്പ്, അതായത് വൈൻ ഷോപ്പാണ്. വൈൻ ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മള് ഈ പഴനിയിൽ തന്നെ നമ്മുടെ ഈ ലൊക്കേഷനിൽ തന്നെ നേരെ ഹൈവേ കൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചോളത്തോട്ടുണ്ടായിരുന്നു. ആ ചോളപ്പാടത്തിന്റെ നടുക്ക് തന്നെ ഒരു ചെറിയ തൊഴുത്തുണ്ടായിരുന്നു. അതിന് സൈഡിൽ 2 മരം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം കണ്ടപ്പോൾ ലിജോനെ ഇഷ്ടപ്പെടുന്നത് ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് ആക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗോലേട്ടൻ ആ ഇതിനെ കൺവേർട്ട് ചെയ്ത് വൈൻ ഷോപ്പാക്കി ഫ്രണ്ടിൽ ഷെഡ് ഇട്ട് കുറച്ച് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അന്ന് ആ സീൻ അവിടെ ആ സുന്ദരത്തിന്റെ 2 ക്യാരക്ടറായിട്ട് മാറി ചെയ്യുന്ന സംഭവം ഷൂട്ട് ചെയ്ത് അവിടെയാണ്. ഒരു ബാർബർ ഷോപ്പ് കാണിക്കുന്നായിരുന്നു. അപ്പൊ ബാർബർ ഷോപ്പ് എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് തന്നെ അങ്ങനത്തെ കോളനിയിലൊക്കെ ഒരു വീട്ടിൽ ബാർബറുടെ വീട്ടിൽ തന്നെ ഒരു കസേര കെട്ടിട്ട് പറ്റുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് മഞ്ഞനായകപ്പെട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആ വീടിനൊക്കെ ആ പരിസരത്തിന് അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ കൊണ്ടാണ് ആ വീടിന്റെ മുറ്റത്ത് കസേര ഇട്ടിട്ട് അങ്ങനെയാണ് അന്നത്തെ ആ മുടി വെട്ടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് അതെല്ലാം മഞ്ഞനായകപ്പെട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വെച്ചിട്ടുള്ള അതവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതേപോലെ മമ്മൂക്കയുടെ സംരംഭമാണെങ്കിൽ മമ്മൂക്കയുടെ ഏറ്റവും അഭിനയത്തിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ കണ്ണാടി നോക്കിയിട്ട് ഞാൻ സുന്ദരൻ അല്ല എന്നും ജെയിംസ് ആണെന്നൊരു തിരിച്ചറിയുമുള്ളൊരു മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ഗംഭീരമാണ്. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് പുള്ളി എന്നുള്ള ഫീലിംഗ് തന്നെയാണ്. புதுசா அவர் செத்து 6 மாசமாச்சு. கட் கட் அவர் செத்து 6 மாசமாச்சு. ഇത് ഓക്കെ നോക്കാം. എനിക്കൊന്ന് ഒരു പ്രൊഫൈലിൽ അങ്ങോട്ട് തിരിയുന്നത് നമുക്ക് വിസിബിൾ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ
സുന്ദരം ഈ ലൂണ് ഓടിച്ച് ഈ കോളനിയുടെ അകത്തോടെയൊക്കെ പോകുമ്പോൾ സൈഡില് ചാണോനെ കുട്ടിക്കുന്ന സംഭവം നടക്കുന്നുണ്ടാവും. അതെല്ലാം നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മൾ ഇറക്കിയിരുന്നു. അവിടുത്തെ ലോക്കൽ കുറെ ആൾക്ക് അവിടുത്തെ കോർഡിനേറ്റർ വഴി കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ചിട്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അതൊക്കെ കുറെ കാര്യങ്ങളും അവര് വെച്ചിട്ടാണ് അതൊക്കെ ആ ചാണകം ഒട്ടിക്കുന്ന കാര്യങ്ങളും അങ്ങനെ കുറെ സംഭവം കുറച്ച് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവർ വെച്ചിട്ടാണ്. ഇതില് ഷോർട്ട് എന്ന് വെച്ചാൽ എല്ലാം ഓരോ ഫ്രെയിമാണ്. ഒരു ഡ്രാമ നടക്കുന്ന പോലെയാണ്. ഒറ്റ ഫ്രെയിമിൽ ആൾക്കാർ എൻ്റർ ചെയ്ത് ഡയലോഗുകൾ പറഞ്ഞു പോകുന്ന രീതിയിലാണ്. ഓരോ ഫ്രെയിമാണ് നൻപല് ഷൂട്ട് ചെയ്യുന്നത്. തേനീശ്വരാണ് അതിന്റെ DOP ആയിരുന്നത്. പിന്നെ ഞങ്ങളുടെ മമ്മൂക്കയുടെ കൂടെയുള്ള ആദ്യത്തെ ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ മമ്മൂക്ക ഒറ്റ ഷെഡ്യൂളിൽ ഞങ്ങളൊരു 22 ദിവസം ഞങ്ങൾ പോയി ഒറ്റ ഷെഡ്യൂളിൽ തീർത്തൊരു പടമാണ് നൻപൽ നേരത്തെ മയക്കം. മമ്മൂക്കയൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്തത്. കാരണം 2-3 ദിവസം മഴയൊക്കെ പെയ്തു പ്രശ്നങ്ങളൊക്കെയാണ് ബ്രേക്ക് ആയെങ്കിലും ഞങ്ങൾ വലിയ ടെൻഷൻ ഇല്ലാതെ വളരെ സമാധാനത്തോടെ എടുത്തൊരു പടമാണ് നൻപൽ നേരത്തെ മയക്കം. ഈ പടത്തിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എന്ന് വെച്ചാൽ പഴയ തമിഴ് പാട്ടുകൾ മൊത്തം കളക്ട് ചെയ്തിട്ട് അതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിച്ചത്. അത് നമ്മൾ ഒരുപാട് സരിഗമ അങ്ങനെ എല്ലാ മ്യൂസിക് കമ്പനികളുടെ അടുത്തും നമ്മൾ ഈ പാട്ടുകൾ അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് ആണ് അത് അതിന്റെ ബാക്കിൽ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. 2022 ബെസ്റ്റ് സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നൻപകൽ നേരത്തെ മയക്കത്തിന് ലഭിക്കുകയുണ്ടായി. ബെസ്റ്റ് ആക്ടർക്കുള്ള മമ്മൂക്കും അവാർഡ് ഉണ്ടായിരുന്നു. ഇനിയൊരു നല്ല സിനിമയുടെ വിശേഷങ്ങളായിട്ട് കാണാം. നന്ദി, നമസ്കാരം.